അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബി അജ്മഈൻ, അമ്മാ ബഅദ്. നമുക്കിന്ന് അറബി അക്ഷരങ്ങളുടെ മഖ്റജുകളെ പറ്റി പഠിക്കാം. അറബി അക്ഷരങ്ങൾ അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ അതിൻ്റെ ആസ്വാദന ഭംഗി വർദ്ധിക്കും. ഇൻഷാ അല്ലാ നമുക്ക് അതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ നിന്ന് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അറബി അക്ഷരങ്ങളുടെ മഖ്റജുകളെ 5 പ്രധാന ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. 1. അൽ ജൗഫ്, വായയുടെയും തൊണ്ടയുടെയും ഉള്ളിലെ ശൂന്യമായ ഭാഗം. 2. അൽ ഹൽക്ക്, തൊണ്ട. 3. അൽ ലിസാൻ, നാവ്. 4. അഷഫത്താൻ, ചുണ്ടുകൾ. 5. അൽ ഹൈഷൂം, മൂക്കിൻ്റെ ഉൾഭാഗം. ഒന്നാമത്തേത്, വായയുടെയും തൊണ്ടയുടെയും ഉള്ളിലെ ശൂന്യമായ ഭാഗം. ഇവിടെ നിന്നാണ് മദ്ദിൻ്റെ, അതായത് നീട്ടി ഓതുന്ന അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. ഇതിൽ പ്രത്യേക അക്ഷരങ്ങളില്ല. പകരം അലിഫ്, വാവ്, യാ എന്നിവ നീട്ടി ഓതുമ്പോൾ ഈ ഭാഗമാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേത്, തൊണ്ടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അക്ഷരങ്ങൾ. തൊണ്ടയെ 3 തിരിച്ചിരിക്കുന്നു. ഓരോ ഭാഗത്തു നിന്നും 2 അക്ഷരങ്ങൾ വീതം പുറപ്പെടുന്നു. തൊണ്ടയുടെ താഴെ ഭാഗത്തു നിന്ന് ഹംസ, ഹ. തൊണ്ടയുടെ നടുഭാഗത്തു നിന്ന് ഐൻ, ഹ. തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്ന് ഐൻ, ഹ. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ തെറ്റിപ്പോകുന്ന മഖ്റജിൻ്റെ സ്ഥാനങ്ങളാണ് ഈ 6 അക്ഷരങ്ങൾ. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഭാഗം ശരിക്ക് നല്ല പോലെ പ്രാക്ടീസ് ചെയ്ത് അതൊന്ന് തറുവാക്കി എടുക്കണം ഇൻഷാ അല്ലാ. ഇനി നാവിൽ നിന്ന് വരുന്നത് 18 അക്ഷരങ്ങളാണ്. അതിനെ 4 ഭാഗങ്ങളായി തരംതിരിക്കാം. 1. നാവിൻ്റെ മൂല, അണ്ണാക്കിനോട് ചേർന്ന ഭാഗം. അതിൽ ആദ്യത്തേത് ഖാഫ്. അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സ്ഥാനത്ത് നിന്ന് കാഫ്. രണ്ടാമത്തേത്, നാവിൻ്റെ നടുഭാഗം, അതായത് നാവിൻ്റെ മധ്യഭാഗം മുകളിൽ തട്ടിച്ച് ഓതുമ്പോൾ വരുന്ന അക്ഷരങ്ങളാണ് ജീം, ഷീൻ, യാ. മൂന്നാമത്തേത്, നാവിൻ്റെ വശങ്ങൾ അണപ്പല്ലുകളോട് ചേർത്തി ഓതൽ. അത് ഒരക്ഷരം മാത്രമേ ഉള്ളൂ. ഇതും ശ്രദ്ധിക്കേണ്ട ഒരക്ഷരമാണ്, ളാദ്. നാലാമത്തേത്, നാവിൻ്റെ അറ്റം മുന്നിലെ പല്ലുകളോടും മോണയോടും ചേരുന്നത്. ഇതിനെയും 4 തരംതിരിക്കാം. അതിൽ ഒന്നാമത്തേത്, നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരട്ടിൽ തട്ടിച്ചുകൊണ്ട് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ത, ത്വ, ദാൽ. രണ്ടാമത്തേത്, നാവിൻ്റെ അറ്റം മുൻപല്ലിൻ്റെ അഗ്രത്തിൽ സ, ല, സ. മൂന്നാമത്തേത്, നാവിൻ്റെ അറ്റം മുന്നിലത്തെ മേൽഭാഗത്തെയും താഴ്ഭാഗത്തെയും പല്ലുകൾക്കിടയിൽ വയ്ക്കുമ്പോൾ വരുന്ന അക്ഷരങ്ങൾ സീൻ, സ, സ്വാദ്. നാലാമത്തേത്, നാവിൻ്റെ അറ്റം മേൽപ്പല്ലിൻ്റെ ചുവട്ടിലെ മോണയിൽ തട്ടിച്ചുകൊണ്ട് ലാം, നൂൻ, റ. ഇനി ചുണ്ടുകൾ ഉപയോഗിച്ച് ഉച്ചരിക്കുന്ന 4 അക്ഷരങ്ങൾ. മേൽപ്പല്ലിൻ്റെ അറ്റം കീഴ്ചുണ്ടിൻ്റെ നനഞ്ഞ ഭാഗത്ത് മുട്ടുമ്പോൾ ഫ. 2 ചുണ്ടുകളും ചേർന്ന് അമരുമ്പോൾ ബ. 2 ചുണ്ടുകളും കൂട്ടിമുട്ടുമ്പോൾ മീം. ചുണ്ടുകൾ വട്ടത്തിൽ ആക്കുമ്പോൾ വ. ഈ അക്ഷരം എല്ലാവരോടും തെറ്റിപ്പോകുന്ന ഒരു അക്ഷരമാണ്. കാരണം എല്ലാവരും ഫ ഉച്ചരിക്കുന്നത് പോലെയാണ് മുൻപല്ല് ചുണ്ടിലമർത്തി വ ഉച്ചരിക്കുന്നത്. അതിൻ്റെ ഉച്ചാരണം അങ്ങനെയല്ല. ചുണ്ട് വട്ടത്തിലാക്കി വെക്കുമ്പോൾ വ.
എന്ന മഹ്റജ്, അവിടെയാണ് വായിൻ്റെ മഹ്റജ്. ഇനി അവസാനത്തേത് മൂക്കിൻ്റെ ഉൾഭാഗം. ഇവിടെ നിന്ന് അക്ഷരങ്ങളല്ല, മറിച്ച് ഗുന്നത്ത്, മൂക്കിലൂടെയുള്ള ശബ്ദം ആണ് പുറപ്പെടുന്നത്. ഉദാഹരണം മീം, നൂൻ എന്നിവയ്ക്ക് ഷദ് വരുമ്പോൾ മൂക്കിലൂടെ മണിച്ച് ശബ്ദം വരണം. ഇതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട മഹ്റജ്. ഇത് എല്ലാവരും ദിവസവും പ്രാക്ടീസ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥ മഹ്റജിൻ്റെ സ്ഥാനം മനസ്സിലാക്കാൻ സാധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.